ഹായ് ഗായ്സ്, വെൽക്കം ടു ടേസ് റോസ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് അമ്മയായിട്ടൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഉച്ച സമയം നല്ല വിശപ്പായിരുന്നു. അപ്പം എന്ത് കഴിക്കണമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ എത്തിയത് വസന്ത് വിഹാറിലാണ്. ഇന്നത്തെ ഡേ ഫുൾ ഞാൻ അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യണോണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ടാണ് നാളെ എൻ്റെ കൂടെ ഔട്ടിങ്ങിന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് ഇന്ന് എന്ത് വേണം, അമ്മയ്ക്ക് എന്താ സ്പെഷ്യലായിട്ട് ഇന്ന് വേണ്ടത് കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ ആൾക്ക് നാടൻ ഊണ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വസന്ത് വിഹാർ, നമ്മുടെ MG റോഡിലുള്ള വസന്ത് വിഹാർ ഹോട്ടലിൽ പ്യുവർ വെജിറ്റേറിയനിൽ നല്ലൊരു സദ്യ വാങ്ങി കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ അമ്മച്ചിയുടെ ആഗ്രഹമല്ലേ ഊണ് കഴിക്കണമെന്ന്. അപ്പോൾ സദ്യ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വസന്ത വിഹാറിൽ കയറി 2 സദ്യ അങ്ങോട്ട് പറഞ്ഞു, നല്ല നാടൻ 2 ഊണ് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ പപ്പടവും പഴവും പായസവും കൂടി ചേർത്തുള്ള സദ്യയാണ് കേട്ടോ ഇവർ വിളമ്പുന്നതാണ് ഇവരുടെ പ്രത്യേകത തന്നെ. ഉച്ച സമയം കൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഊണാണ് ഇവിടെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫുഡിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. എല്ലാവരും സദ്യയും മസാല ദോശയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മെയിനായിട്ട് മസാല ദോശ, പൂരി, ഇഡ്ഡലി, സദ്യ അങ്ങനെ വെറൈറ്റി ഫുഡ്സാണ് ഉള്ളത്. ഇപ്പം മെയിനായിട്ട് ഈ ഫുഡ് കഴിക്കാനാണ് എല്ലാവരും ഇവിടെ വരുന്നത് തന്നെ. നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഒരു ഫുഡ് നന്നായിട്ട് നമുക്ക് സെർവ് ചെയ്ത് തന്നു. ഒരുവിധം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എല്ലാ കറികളും കാര്യങ്ങളൊക്കെ വിളമ്പിയപ്പോൾ ആ മുഖത്ത് കാണാം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതര ഫീൽ ഉണ്ടല്ലോ. അതെൻ്റെ അമ്മയുടെ മുഖത്ത് ഞാൻ അന്ന് ശരിക്കും കണ്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തോടെ ആൾ ആസ്വദിച്ച് കഴിച്ചായിരുന്നു സദ്യ. നമ്മളും നമ്മുടെ അമ്മമാരുടെ കൂടെയൊക്കെ ഒരു ദിവസമൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞു കുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് പുറത്തൊക്കെ ചെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം കിട്ടും. നമ്മളെല്ലായിടത്തും എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പാരൻസിനെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിച്ച് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മുഖത്ത് കിട്ടുന്ന ഒരു സന്തോഷം അറിയിക്കാൻ പറ്റാത്തൊരു സംതൃപ്തിയൊക്കെ ഉണ്ടാവില്ലേ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് തോന്നും. നമുക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്കന്ന് ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ അമ്മയുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിക്കാൻ എനിക്ക് സാധിച്ചല്ലോ, ഒരു മകളെന്നുള്ള രീതിയിൽ എനിക്ക് സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം മുമ്പൊക്കെ നമ്മുടെ അമ്മമാരുടെ അടുത്ത് നമ്മൾ വാശി പിടിച്ച് നമുക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അവർ വാങ്ങിച്ചു തരൂലേ. അപ്പം നമ്മൾ തിരിച്ചവർക്ക് അതേപോലെ തന്നെ ഒരു പ്രായമാകുമ്പോൾ നമ്മൾ തിരിച്ചവർക്ക് അതുപോലെ ചെയ്ത് അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമ്മളിലൂടെ സാധിക്കും, നമ്മൾ സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു ഫീൽ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു മകളെന്നുള്ള രീതിയിൽ എൻ്റെ അമ്മയുടെ ഒരു കുഞ്ഞാഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം മനസ്സറിഞ്ഞ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അത് സക്സസ് ആകുമ്പോൾ ഇല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഫുഡൊക്കെ അമ്മ പായസമൊക്കെ കൂട്ടി കഴിച്ച് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് സെൻറ്റ് ആൻ്റണീസ് പള്ളിയിലാണ്. കലൂർ സെൻറ്റ് ആൻ്റണീസ് പള്ളിയിലാണ്. അതുകൊണ്ട് സുനാളുടെ പള്ളിയിലായിരുന്നു. അമ്മച്ചിക്ക് അവിടെ പോകണം, നേർച്ച കഴിക്കണം, അതേപോലെ നൊവേന കൂടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ അവിടെ പോയി ഞങ്ങൾ അന്തോണി സുന്നാളുടെ അടുത്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നല്ല ഹാപ്പി ആയിട്ട് രണ്ടാളും തിരിച്ച് ദേ ബസ്സിൽ ഇങ്ങനെ വരുമ്പോൾ നല്ല കിട്ടക്കാച്ചി മഴ പെയ്യാൻ വേണ്ടിയിട്ട് ദേ ഇങ്ങനെ മേഘം ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ തോപ്പുംപടി പാലത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഒരു കുഞ്ഞു വ്ളോഗാണ് ഡേ വിത്ത് അമ്മ. അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു വ്ളോഗ് എടുത്തു. താങ്ക്